പായസമേളയ്ക്ക് തുടക്കം. ഓണത്തിന്റെ മധുരം പകരാൻ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളുമായി KTDCയുടെ പായസമേളയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. താവക്കര ലൂംലാൻഡിൽ നടന്ന പായസമേള TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പായസമേളക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പായസം കുടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാതെ വേണ്ടത് അതിൽ ചടങ്ങിന് പ്രസക്തിയില്ല. അതായത് മറ്റു പ്രസംഗം, കാരണം ഓണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ നല്ല ഓർമ്മകളുണ്ട്. കയറ്റി വെച്ച് ഓണത്തിന്റെ അത് 2 കോടി രൂപയുടെ വാഴ ഇല കയറ്റി വെച്ചു. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഇഡലിയും ഇതുപോലെയെല്ലാം കപ്പലിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പം നമ്മളിത് ഓണം എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഒരു വൈകാരികമായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആഘോഷം തന്നെയാണ്. പഴയ കാലത്ത് നമ്മൾ കേരളത്തിലെ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഓണമില്ലാത്ത രാജ്യമില്ല എന്ന നില. കാരണം മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം. കോർപ്പറേഷൻ വികസന സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് നിഷ ദീപക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് വിശിഷ്ടാതിഥിയായി. തുടർന്ന് ലൂംലാൻഡ് അങ്കണത്തിലൊരുക്കിയ പായസ വിൽപ്പന കൗണ്ടറും TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന KTDC മുൻ ഡയറക്ടർ ബോർഡ് അംഗം ബാബു ഗോപിനാഥ് നിർവഹിച്ചു. പൈനാപ്പിൾ പായസം, ക്യാരറ്റ് പായസം, പാലടപ്പാൽ പായസം തുടങ്ങി വ്യത്യസ്ത രുചികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 26 തിരുവോണ ദിവസം വരെ പായസമേള തുടരും. പായസത്തിന് ലിറ്ററിന് 450 രൂപയും അര ലിറ്ററിന് 250 രൂപയും കപ്പിന് 50 രൂപയുമാണ് വില. KTDC ലൂംലാൻഡിന് പുറമെ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമുള്ള കൗണ്ടറിലും പയ്യാമ്പലം ബീച്ച് DTPC സെന്ററിലും പായസം ലഭിക്കും. പായസത്തിനൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും KTDC ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 25 ഉത്രാടം, ഓഗസ്റ്റ് 26 തിരുവോണം ദിവസങ്ങളിൽ ഓണസദ്യ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,